ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ മലയാളം സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ ദിനം തന്നെ വലിയ തർക്കങ്ങളും വഴക്കുകളും ഒരുപാട് പൊട്ടിത്തെറികളൊക്കെ ആയിട്ട് ഹൗസ് ഇങ്ങനെ ഓരോ മത്സരാർത്ഥികളും മുന്നോട്ട് പോവുകയാണ്. ഈ തുടക്കത്തിൽ തന്നെ പല മത്സരാർത്ഥികൾക്കും എതിരെ ചില വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഓരോ ദിവസം കഴിയും തോറും ആദ്യം വിചാരിച്ചു ആരും ഒന്നും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും പൊട്ടിത്തെറിയും ദേഷ്യവും ബഹളവും അങ്ങനെയാണ് നമ്മൾ ലൈവിൽ തന്നെ. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞത് ഇയാൾ കൊള്ളത്തില്ല, ഇന്ന ആൾ കൊള്ളത്തില്ല, ബാക്കിയുള്ളവർ കൊള്ളാം. പക്ഷെ നമുക്ക് ആരെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തുടക്ക ദിവസം തന്നെ ആരുടെയും സ്വഭാവം ഒന്നും പുറത്തു വരത്തില്ലല്ലോ. 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെയും സ്വഭാവം പുറത്തു വരത്തുള്ളൂ എന്ന് തുടങ്ങി ചില കമന്റുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പാവം പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം നമ്മൾ എപ്പോ വേണമെങ്കിലും പുറത്തു വരാം. അങ്ങനെ അവരുടെ തനി സ്വരൂപം പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മേളമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോ നമ്മുടെ ബിഗ് ബോസിൽ വലിയൊരു അടി നടന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടി, അതായത് അനീഷും ആര്യനും തമ്മിലാണ് ചെറിയ തർക്കവും വാക്കേറ്റവും കയ്യാങ്കളി വരെ എത്തിയത്. പക്ഷേ എനിക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പഴയ സീസൺ, അതായത് നമ്മുടെ റോബിൻ രാധാകൃഷ്ണന്റെ ആ ഒരു സീസണും പിന്നെ കഴിഞ്ഞ 6ാമത്തെ സീസൺ റോക്കിയുടെയൊക്കെ സീസണൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം, റോബിൻ ആ ഒരു ബിഗ് ബോസിൽ നിന്നും പുറത്തു പോയത് തന്നെ സഹമത്സരാർത്ഥിയെ മർദ്ദിച്ചതിന്റെ പേരിലായിരുന്നു, കയ്യേറ്റം ചെയ്തതിന്റെ പേരിലായിരുന്നു റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 6 റോക്കിയും സിജോയും തമ്മിൽ വലിയൊരു തർക്കമുണ്ടായി, വലിയൊരു വഴക്കായി. അവരാദ്യം സംസാരിച്ചായിരുന്നു തുടങ്ങിയത്. പിന്നെ അത് വലിയൊരു വഴക്കിലായി. അവസാനം റോക്കി സിജോയെ അടിക്കുന്ന സംഭവങ്ങളും പിന്നെ സിജോ ഹോസ്പിറ്റലിൽ ആയതും അങ്ങനെ വലിയൊരു എന്താ പറയാ, ഭയങ്കര ഒരു വിമർശനങ്ങൾക്ക് തന്നെ ആ ഒരു ബിഗ് ബോസ് സീസൺ 6 കാരണമായിരുന്നു. അപ്പോൾ ആ ഒരു തർക്കമാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ആവർത്തിക്കുകയാണോ എന്ന് പോലും എനിക്ക് തോന്നി. ഇപ്പം മോഹൻലാൽ ആണെങ്കിലും അണിയറ പ്രവർത്തകരാണെങ്കിലും ഓരോ പ്രൊമോയിലും പറഞ്ഞത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിരിക്കും ഈ സീസൺ എന്നാണ്. പക്ഷേ കഴിഞ്ഞ സീസണുകൾ ആവർത്തിക്കുകയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ആദ്യം അക്ബറും രേണുവും തമ്മിൽ വഴക്കായി. അങ്ങനെ അവർ തമ്മിൽ വലിയ വലിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറുവശത്ത് ഷാനവാസും പിന്നെ അപ്പാനി ശരത്തും ഒക്കെ തുടങ്ങി താരങ്ങൾ തങ്ങളുടേതായിട്ടുള്ള മൈൻഡ് ഗെയിമുകൾ കളിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. അതിൽ ഷാനവാസിനെയാണ് ഇപ്പോൾ പല താരങ്ങളും ഉന്നം വെക്കുന്നത്. ഷാനവാസിനെ പുറത്താക്കാനായിട്ട് അല്ലെങ്കിൽ ഷാനവാസിനെതിരെ നിൽക്കാനായിട്ട് ഷാനവാസിനെയാണ് ടാർഗറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കോമണറും ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റനും കൂടിയായ അനീഷും വന്നത്. അപ്പോൾ അനീഷും ആര്യനും തമ്മിലുള്ള ഒരു വാക്ക് തർക്കമാണ് അവസാനം കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് തന്നെ ഈ ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ നടന്ന ലൈവിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അനീഷിന്റെ പ്രവൃത്തി തന്നെയാണ് ഇങ്ങനെ ഒരു ചർച്ചകൾക്ക് കാരണമായതും. ബിഗ് ബോസിൽ നിന്നും കയ്യാങ്കളിയുടെ പേരിൽ 1-2 താരങ്ങൾ കഴിഞ്ഞ പല സീസണുകളിൽ നിന്നും പുറത്തായിരുന്നു. അതിലൊരാളായിരുന്നു റോബിൻ. 4ാം സീസണിൽ 70ാം ദിവസം വരെ റോബിൻ തകർത്ത് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 70ാമത്തെ ദിവസം തന്റെ സഹമത്സരാർത്ഥിയെ മർദ്ദിച്ചതിന്റെ പേരിൽ റോബിൻ ആ ഒരു ബിഗ് ബോസ് സീസൺ 4 നിന്നും പുറത്താവുകയാണ് ചെയ്തത്. അങ്ങനെ സഹമത്സരാർത്ഥിയുടെ കരണത്തടിച്ചു എന്ന ഒരു കുറ്റത്തിനായിരുന്നു റോബിനെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയത്. ഏതാണ്ട് അതേ ഗതി തന്നെയാണ് ഇപ്പോൾ അനീഷിനെയും കാത്തിരിക്കുന്നത് എന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം. ഒരു ടാസ്കിനിടെയാണ് ഈ സംഭവം നടന്നത്. വീക്കിലി ടാസ്ക് ആയിരുന്നു നടന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു കയ്യാങ്കളിയിലേക്കും അതിനുശേഷമുള്ള പുറത്താക്കലിലേക്കും ഒക്കെ നയിക്കുന്ന ഒരു സംഭവ വികാസം തന്നെയായിരുന്നു ആ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഒരു അണുവിട വ്യത്യാസത്തിന് മാറിപ്പോയത് അനീഷിന്റെ ഒരു ഭാഗ്യം തന്നെയായിരുന്നു. അനീഷ് അടിക്കുന്നത് അല്ലെങ്കിൽ ആ ചവിട്ട ആര്യന്റെ ദേഹത്തെങ്ങാനും കൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ കിടക്കുന്നു ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ ഈ 3ാം ദിവസം തന്നെ കോമണറിനെ ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കിയേനെ.
ഗാർഡൻ ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പണിപ്പെട്ടിയിൽ ചുവപ്പ്, കറുപ്പ്, ഗോൾഡ് എന്നീ നിറങ്ങളിലുള്ള കോയിനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വീക്ക്ലി ടാസ്ക് ആയിരുന്നു. ഗോൾഡ് കോയിനിൽ സൂപ്പർ പവർ ഉണ്ട്. ബസർ കേൾക്കുമ്പോൾ അതിൽ നിന്നും കോയിനുകൾ എടുക്കുന്നതായിരുന്നു ടാസ്ക്. മത്സരാർത്ഥികൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടന്നത്. ഇതിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് വിജയിച്ചതെന്ന് കാണാം. അതിനു പിന്നാലെ എല്ലാവരും ലിവിംഗ് ഏരിയയിൽ ഒത്തുകൂടിയിരുന്നു. ഇവിടെ വെച്ച് ആര്യനും അനീഷും തമ്മിൽ തർക്കം ഉടലെടുത്തു. ആര്യന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കോയിൻ അനീഷ് എടുത്തു എന്ന് പറഞ്ഞായിരുന്നു ആ ഒരു തർക്കം തുടങ്ങിയത്. പിന്നാലെ ആര്യന്റെ വെല്ലുവിളിയും വന്നു. എന്നോട് കളിക്കരുത്, നീ രാത്രി കിടന്ന് ഉറങ്ങുമല്ലോ, ഇവിടെ വെച്ചാലും ഞാൻ എടുക്കും എന്ന് അനീഷിനോട് ആര്യൻ പറഞ്ഞു. നീ രാത്രി ഉറങ്ങുമല്ലോ, നീ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഞാൻ ആ കോയിൻ എടുത്തിരിക്കും, നീ ഉറങ്ങ് എന്നാണ് ആര്യന്റെ വെല്ലുവിളി. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നാലും എന്നിൽ നിന്നും നിനക്ക് കോയിൻ കിട്ടില്ല എന്നായിരുന്നു അനീഷിന്റെ മറുപടി. ഇതിനിടെ ആര്യൻ അനീഷിന്റെ പോക്കറ്റിൽ നിന്നും തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മറ്റു മത്സരാർത്ഥികളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നാലെ ദേഷ്യത്തോടെ ചവിട്ടാനും ഞാനെന്ന് പറഞ്ഞ് അനീഷ് ആര്യന് നേർക്ക് കാലുയർത്തുകയായിരുന്നു ചെയ്തത്. എടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചവിട്ടാനൊക്കെ ഓങ്ങി. പക്ഷെ ഭാഗ്യത്തിന് ആര്യൻ രക്ഷപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര്യന്റെ ഭാഗ്യമല്ല, അനീഷിന്റെ ഭാഗ്യം. അനീഷിന്റെ കാലെങ്ങാനും ആര്യന്റെ ദേഹത്ത് കൊണ്ടിരുന്നുവെങ്കിൽ പിന്നെ നമ്മൾ അനീഷിനെ പുറത്ത് വെച്ച് കാണേണ്ട ഒരു അവസ്ഥ വന്നേനെ. എന്നാൽ ചവിട്ടേൽക്കാത്തതിനാൽ വലിയൊരു പ്രശ്നത്തിൽ നിന്നും അനീഷെ ഒഴിവാക്കുകയാണ് ചെയ്തത്. എങ്കിലും ലാലേട്ടൻ എത്തുന്ന ആ ഒരു എപ്പിസോഡ്, അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ചർച്ചയാവുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഒരുപക്ഷെ റോബിനും റോക്കിക്കും ഒക്കെ സംഭവിച്ചത് തന്നെ അനീഷും വരുമോ എന്നാണ് ചിലരുടെ ചോദ്യം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓരോ ദിനം പിന്നിടുന്നോറും ഇപ്പോൾ മത്സരാർത്ഥികളുടെ ആവേശവും വീറും വാശിയും ഒക്കെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇത്രയും പ്രശ്നങ്ങൾ, അതായത് ആര്യനും അനീഷും തമ്മിലുള്ള തർക്കങ്ങളും ചർച്ചകളും പിന്നെ കയ്യാങ്കളിയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞു. അതിനിടയിൽ ഇതിലെ മറ്റ് മത്സരാർത്ഥികളായ രേണുവും അക്ബറും തമ്മിലുള്ള ചില വിഷയങ്ങളും കഴിഞ്ഞ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ വീടിനകത്തും പുറത്തുമുള്ള ഒരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു. അക്ബർ ആ മോർണിംഗ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോരുത്തരായിട്ട് വരിക, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക, ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഒരു പേരും ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഒരു പേരും, അങ്ങനെ അവരവർക്ക് ഒരു നിക് നെയിം ഇടുക. എന്നിട്ട് അത് ആ ഒരു പേര് ആ വ്യക്തിക്ക് ഇടാൻ കാരണം എന്താണെന്ന് കൂടി ഈ ഒരു പേരിട്ട ആള് വ്യക്തമാക്കണം എന്നായിരുന്നു ബിഗ് ബോസിന്റെ ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ പേര്, ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഓരോരോ പേരിട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അക്ബർ രേണുവിനിട്ട പേരാണ്. അക്ബർ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായി തിരഞ്ഞെടുത്ത ആള് ഒനീലായിരുന്നു. അപ്പോൾ ഒനീലിന് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന പേരാണ് അക്ബർ നൽകിയത്. എന്നാൽ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞ് അക്ബർ തെരഞ്ഞെടുത്തത് രേണുവിനെയായിരുന്നു. രേണുവിന് ഇട്ട പേര് സെപ്റ്റിക് ടാങ്ക് എന്ന പേരായിരുന്നു. അപ്പോൾ തിരിച്ച് രേണു തനിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയായിട്ട് ചൂസ് ചെയ്തത് അക്ബറിനെ തന്നെയാണ്. വേട്ടപ്പെട്ടി എന്നും രേണു അക്ബറിനെ ഒരു പേരിട്ടു. പക്ഷേ ടാസ്ക് കഴിഞ്ഞതിന് ശേഷവും രേണു ഈ വിഷയത്തിൽ ശരിക്കും ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുകയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും മറ്റുള്ളവരോട് പറയുകയും പിന്നെ ഒറ്റയ്ക്കും ഒക്കെ ഈ വിഷയത്തിൽ വീടിനുള്ളിൽ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരവർക്ക് ഇട്ട ഈ പേര് തന്നെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വിളിക്കണമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനിടയിൽ സെപ്റ്റി ടാങ്ക് എന്ന് രേണുവിനെ വിളിച്ചതൊന്നും രേണുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് റൂമിലിരുന്ന് രേണു ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സഹ മത്സരാർത്ഥികളോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെപ്പറ്റി ഭയങ്കര ചർച്ചകൾ ആ വീടിനുള്ളിൽ തന്നെ നടന്നു. അപ്പോൾ പരാമർശം കൈവിട്ടു പോയി എന്ന് അക്ബറിന് തന്നെ തോന്നി. അതുകൊണ്ട് തന്നെ അക്ബർ നേരെ ക്യാമറയ്ക്ക് മുന്നിൽ പോയിട്ട് മറ്റാരും കാണാതെ തന്നെ മാപ്പ് പറഞ്ഞു. താൻ ചെയ്തത് തെറ്റാണെന്ന് തനിക്ക് തോന്നി, അതുകൊണ്ട് മാപ്പ് പറയുകയാണെന്ന് അക്ബർ പറയുകയും അതോടൊപ്പം രേണുവിനോട് അക്ബർ സോറി പറയുകയും ചെയ്തു. എന്നാൽ വീടിനകത്ത് എന്നതുപോലെ തന്നെ ഈ ഒരു ചർച്ച, ചൂടേറിയ ചർച്ച പുറത്തും നടക്കുന്നുണ്ട്. രേണു എത്ര മോശമാണെങ്കിലും അക്ബർ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ഈ സീസണിൽ മോഹൻലാൽ ആദ്യം എടുത്തുടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും അക്ബറിനെ ആയിരിക്കും എന്നുകൂടി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ
ഇതില് ബിഗ് ബോസ് ഇന്ന പേരിടാൻ പാടില്ല, അങ്ങനെയൊന്നും ഇടാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് അവർക്ക് തോന്നുന്ന ഇഷ്ടമുള്ള പേരിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത്രയും എന്ത് പേരോ ആയിക്കോട്ടെ, പക്ഷെ അത് ഭയങ്കര മോശമായി പോയില്ലേ എന്നാണ് പുറത്തുള്ളവരാണെങ്കിലും അകത്തുള്ളവരാണെങ്കിലും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അക്ബറിന്റെ മാപ്പ് അംഗീകരിക്കാനാവില്ല എന്നും ആളുകൾ പറയുന്നുണ്ട്. ചിലർ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുകയും ചിലർ അക്ബറിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിട്ട് തനിക്ക് നല്ല നെഗറ്റീവ് പുറത്തുണ്ടാകുമെന്ന തിരിച്ചറിവിൽ നിന്നുള്ള ഒരു മാപ്പ് പറച്ചില് അതത്ര ഭയങ്കര മോശമാണ്. അതത്ര നല്ല കാര്യമൊന്നും അല്ല. വീക്കെൻഡ് എപ്പിസോഡിൽ ഉറപ്പായിട്ട് ലാലേട്ടൻ വരും, ഈ ഒരു കാര്യം ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യുകയും ചെയ്യും, അക്ബറിന് പണി കിട്ടുകയും ചെയ്യുമെന്നും ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഇവരെ ഇഷ്ടമല്ലായിരിക്കാം, എനിക്കും അങ്ങനെയാണ്. പക്ഷേ സെപ്റ്റിക് ടാങ്കിലെ കീടാണു എന്നൊക്കെ വിളിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഇവർ ചെയ്തത്? ചെറുപ്പത്തിലെ വിധവയായ ഒരു സ്ത്രീ ചെറിയ ചുറ്റുപാടിൽ നിന്ന് വരുന്നു, ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചോ മുതലെടുത്തോ ഒക്കെ ഇങ്ങനെ പോവാനാണ് സാധ്യത. അതൊക്കെ എങ്കിലും എന്തെങ്കിലും ആവട്ടെ, അവരുടെ ഇഷ്ടം. എന്നാൽ അക്ബർ വിളിച്ചത് വെറും നിഷ്കളങ്കത ഒന്നുമല്ല. സമൂഹത്തിലെ ഉപരിവർഗത്തിൽപ്പെട്ട ഒരാള്, ഡോക്ടർ ഭാര്യ ആയിട്ടുള്ള ഒരു സോ കോളഡ് പുരോഗമനക്കാരനാണ് രേണു. തിരിച്ചൊന്നും പറയാൻ കെൽപ്പില്ലാത്ത ഒരു സാധു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അക്ബർ രേണുവിനെ അധിക്ഷേപിച്ചത്. ലാലേട്ടൻ വന്ന് ശക്തമായ നടപടി തന്നെ അക്ബറിനെതിരെ എടുക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വ്യക്തിയും എന്നാണ് മറ്റൊരാള് അക്ബറിനെ വിമർശിച്ചും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സംസാരിച്ചത്. ബിഗ് ബോസിന് മുന്നേ രേണു സുധിയുടെ വീഡിയോസ് വരുന്ന ഒരു FB പോസ്റ്റ്, FB ഇൻസ്റ്റാ കമന്റ് ബോക്സിൽ നല്ല പച്ച അപരാധം എഴുതിവിടുന്ന ഈ മലയാളി കൂട്ടമുണ്ട്. അപ്പൊ അവര് ഈ അക്ബറിന്റെ ഇങ്ങനെ ഒരു പരാമർശത്തിനെതിരെ അവരും ചില ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അക്ബർ എന്തോ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് ഈ കിടന്ന് ചോര കളക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലര് അക്ബർ ചെയ്ത കാര്യം ശരിയാണ്, ചിലര് അക്ബർ ചെയ്തത് തെറ്റാണ്. പിന്നെ രേണുവിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുകയും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അക്ബറിന്റെ ഭാഗത്തുണ്ടായ തെറ്റിന് പുള്ളി മാപ്പും പറഞ്ഞു. പിന്നെ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്തോ ഒരു ഇതില്, അതായത് രേണുവിന്റെ ആ ഒരു പ്രവൃത്തി കാരണമാകാം അക്ബറിന് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കാൻ തോന്നിയത്. അങ്ങനെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു. അതെന്താണ് ഇങ്ങനെ ഈ ചോര തിളക്കേണ്ട കാര്യം എന്നാണ് ഒരാള് കമന്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ അക്ബറിന്റെ ഭാഗത്തുണ്ടായ തെറ്റിന് പുള്ളി മാപ്പും പറഞ്ഞു. പക്ഷേ രേണുവിന് അന്ന് തെറി പറഞ്ഞവർ മാറ്റി പറയുമോ? ഇല്ല. അതാണ് അക്ബറിന്റെ മുന്നേറ്റം പേടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. കയ്യിൽ നിന്ന് തെറ്റുപറ്റി മാപ്പും പറഞ്ഞു. അല്ലാതെ കണ്ണിൽ മുളക് പൊടി ഇടുകയോ മറ്റുള്ളവരെ കൈവച്ചിട്ട് മാസ് കാണിക്കാൻ നിന്നില്ല. ചെയ്ത തെറ്റുകൾ തിരുത്തി ചെക്കൻ മുന്നോട്ട് പോകുമെന്നും അക്ബറിനെ പിന്തുണയ്ക്കുന്നവര് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്തവണത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കരുത്തരായ സ്ത്രീ മത്സരാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ കരുത്തരായ സ്ത്രീ മത്സരാർത്ഥികൾ ഉള്ളത് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7ന്റെ പ്രത്യേകത എന്നാണ് ചിലരുടെ അഭിപ്രായം. പുരുഷ മത്സരാർത്ഥികൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലേക്ക് പോവാനും അവർക്ക് സാധിക്കും എന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുവാണ്. അതിൽ കൂട്ടത്തില് രേണു, ഗിസേല്, അനുമോള്, ബിന്നി തുടങ്ങിയവർക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും ഇവരുടെയൊക്കെ മികച്ച പ്രകടനങ്ങൾ കാണാനായിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്നും ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ ഒരുപാട് രസമായിരിക്കുമെന്ന് പറയുന്നവരും ഉണ്ട്. പിന്നെ മറുവശത്ത് ഇപ്പോഴും അക്ബറിനെ പിന്തുണയ്ക്കുന്നവരും ഇഷ്ടം പോലെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പലരും രേണുസുധി അല്ലെങ്കിൽ രേണുസുധി തെറ്റ് ചെയ്താലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ രേണുവിന് ഒരുപാട് ആരാധകർ നിറഞ്ഞവരുമുണ്ട്. പക്ഷേ അവിടെ അക്ബർ ചെയ്തത് തെറ്റാണ്, ശരി. ആ തെറ്റ് തിരുത്താനായിട്ട് അയാൾ ശ്രമിക്കുകയും അക്ബർ മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ രേണു അത് അക്സെപ്റ്റ് ചെയ്തില്ല. അത് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ ഈ സെപ്റ്റിക് ടാങ്ക് പരാമർശത്തില് രേണു ചേച്ചിയോട് സഹതാപം തോന്നുമ്പോഴും അക്ബർ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ അക്ബർ ഇങ്ങനെ അക്ബറിനോട് വിരോധം തോന്നാതിരിക്കാനായിട്ട് ചില 2 കാരണങ്ങളും കൂടി ഉണ്ടെന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് പരാമർശത്തില് രേണു ചേച്ചിയോട് സഹതാപം തോന്നുമ്പോഴും അക്ബർ ഖാനോട് വിരോധം തോന്നാതിരിക്കാനുള്ള 2 കാരണങ്ങളിൽ ഒന്ന്,
അക്ബർ ഒരു ജെനുവിനായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. പുറത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നും എന്തിന്റെ പേരിലായാലും അവർക്കിത് ഇഷ്ടപ്പെടില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാളായിട്ടും അയാൾ ആ പേര് തന്നെ വിളിക്കുന്നിടത്ത് അത് വെളിവാകുന്നു. അയാൾക്ക് വേണമെങ്കിൽ സേഫ് സോണിൽ നിന്നിട്ട് ചിലരൊക്കെ ചെയ്തതുപോലെ മറ്റൊരു പേര് വിളിക്കാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ആള് ചെയ്തില്ല. മനസ്സിനുള്ളിൽ ഒരാളെ സെപ്റ്റി ടാങ്ക് എന്ന് കരുതുകയും പുറത്ത് പനിനീർ പൂവേ എന്ന് വിളിച്ച് ചിരിച്ചു തലോടുകയും ചെയ്യുന്ന ഒരു മനസ്സ്, പുഴുത്തവരെക്കാൾ ആ പേര് തന്നെ വിളിച്ച് തന്റെ അനിഷ്ടം അറിയിക്കുന്നവർ തന്നെയാണ് ജനുവിൻ എന്നാണ് അയാള് അക്ബറിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ആരാധകൻ കുറിച്ചത്. കൂടാതെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒത്തിരി പേരുള്ളപ്പോഴും ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ അയാൾ തിരഞ്ഞെടുക്കുകയും അതിനുള്ള കാരണം പറഞ്ഞതും അയാൾ ഒരു ജെനുവിനിറ്റി ശരിവെക്കുന്നു. 2, ഇത് ബിഗ് ബോസിന്റെ ഒരു മൈൻഡ് ഗെയിമാണ്. കൂടെയുള്ളവർക്കിടയിൽ മാനസികമായി അകൽച്ച ഉണ്ടാക്കുക എന്നത് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനെ മുതലെടുത്ത് കളിച്ചുകൊണ്ട് മാനസികമായി മറ്റൊരാളെ പരിക്കേൽപ്പിച്ച് അയാളുടെ താളം തെറ്റിച്ച് പുറത്തേക്കുള്ള വഴി തെളിയിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ മറ്റുള്ളവരെ ഏത് വിധേനയും പുറത്തെത്തിക്കുക എന്നതാണല്ലോ ഗെയിം. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അതായത് എല്ലാം കളിയുടെ ഭാഗമായി മാത്രവും കാണാവുന്നതാണ്. ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ തന്നെയുള്ള കളികളുള്ള ഒരു വീടാണ്. കളിയെ കാര്യമായി എടുക്കുന്ന നമുക്കാണ് വട്ട്. വ്യക്തിപരമായി അത്തരം പരാമർശങ്ങളോട് വിയോജിപ്പ് തന്നെ എന്നാണ് ആ ഒരു ആരാധകൻ അക്ബറിനെ കുറിച്ചും ഇതെല്ലാം ബിഗ് ബോസിന്റെ ഒരു തന്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ടും ഒരു കുറിപ്പ് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഇതിൽ രേണു വിക്ടിം കാർഡ് ഇറക്കിയതിനെതിരെയും ഒരുപാട് വിമർശനം വരുന്നുണ്ട്. രേണു വിക്ടിം കാർഡ് ഇറക്കാൻ പാടില്ലായിരുന്നു, അത് തീരെ മോശമായി പോയി. ഗെയിമായി തന്നെ കാണണം. അക്ബർ ആ പേര് നൽകിയത് അയാളുടെ ഗെയിമാണ്. ആ പേരിലൂടെ അയാൾക്ക് രേണുവിനെ പ്രൊവോക്ക് ചെയ്യാൻ കഴിഞ്ഞു. അയാൾ അതിൽ വിജയിക്കുകയും ചെയ്തു. പുറത്ത് പ്രേക്ഷകർക്കിടയിൽ ചിലർക്കെങ്കിലും രേണുവിനോട് സഹതാപവും തോന്നാൻ കാരണമായി. ഇതൊക്കെ ഗെയിമായി കാണൂ എന്ന് പറയുന്നവരും അഭിപ്രായപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഭയങ്കര ചർച്ചകളും തർക്കങ്ങളും വഴക്കുകളും കയ്യാങ്കളിയും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അനീഷും ആര്യനും പിന്നെ രേണുവും പിന്നെ അക്ബറും തമ്മിലുള്ള തർക്കങ്ങളും വഴക്കുകളും ഒക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും? പ്രേക്ഷകർ പറഞ്ഞതുപോലെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വരുമ്പോൾ ഇനി ആർക്കൊക്കെ ആയിരിക്കും പണി കിട്ടാൻ പോകുന്നത്? അനീഷിനി പുറത്താകുമോ? അനീഷ് പുറത്താകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ബിഗ് ബോസ് എപ്പിസോഡുകളിൽ കണ്ടറിയാം. ടാറ്റാ.